നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് കൊടുത്ത വാക്ക് പാലിച്ച് സർക്കാർ. സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ച 5 പശുക്കളെ കുട്ടികൾക്ക് കൈമാറി. പുല്ലുമേട് ദുരന്തത്തിൽ മരണപ്പെട്ട അയ്യപ്പ ഭക്തരുടെ ഓർമ്മയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ 102 സ്മൃതി ദീപങ്ങൾ തെളിയിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായിരുന്ന ജെസി ജോണിയുടെ കൗൺസിലർ സ്ഥാനം റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടത്തി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി TEO, തൊടുപുഴ ITDP പ്രോജക്ട് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികൾ നടത്തുമെന്നും പതിപ്പള്ളി പുളിക്കവല ഊരുകൂട്ടം. വാർത്തകൾ വിശദമായി. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് കൊടുത്ത വാക്കുപാലിച്ച് സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ച 5 പശുക്കളെ കുട്ടികൾക്ക് കൈമാറി. ഉയർന്ന ഉൽപാദന ശേഷിയുള്ള HF വിഭാഗത്തിൽപ്പെട്ട 5 പശുക്കളെയാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടി കർഷകരായ മാത്യുവിനും ജോർജിനും നൽകിയത്. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് കൊടുത്ത വാക്ക് പാലിച്ച് സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ച 5 പശുക്കളെ കുട്ടികൾക്ക് കൈമാറി. ഉയർന്ന ഉൽപാദന ശേഷിയുള്ള HF വിഭാഗത്തിൽപ്പെട്ട 5 പശുക്കളെയാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടി കർഷകരായ മാത്യുവിനും ജോർജിനും നൽകിയത്. കുട്ടി കർഷകർക്ക് കൊടുക്കാനുള്ള പശുക്കളെ സർക്കാർ ഫാമിൽ നിന്നാണ് എത്തിച്ചത്. പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കി. ഉയർന്ന ഉൽപാദന ശേഷിയുള്ള HF ഇനത്തിൽപ്പെട്ടതാണ് പശുക്കൾ. ജോർജിനും മാത്യുവിനും സർക്കാർ കൂടുതൽ സഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഈ പശുക്കൾ HF ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. മിനിമം നമുക്ക് 15 ലിറ്ററിൽ മേലെ പാല് നമ്മുടെ പശുക്കൾ തരും. അങ്ങനത്തെ പശുക്കളാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് സൈലേജ് കൊടുക്കേണ്ടി വരും, നല്ല പുല്ല് നമുക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള കൈതച്ചക്കയുടെ ഇല കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു ക്ലാസ് കൂടെ ഞങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് നമ്മുടെ സൈലേജിന് വലിയ വിലയില്ല. ഒരു കിലോ സൈലേജിന് 8 രൂപയ്ക്ക് കൊണ്ടുവന്നാൽ കേരളത്തിൽ മിൽമ തന്നെ 2 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ട് 6 രൂപ ക്രമത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല കട്ടിപ്പാൽ പശുക്കൾക്ക് വളർച്ച കൂടുവാനും നല്ല ആരോഗ്യം നിലനിർത്തുവാനും അത് സാധിക്കും. അതുപോലെ കേരള ഫീഡ്സിൻ്റെ തന്നെ പലവിധ മിനറൽസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമുണ്ട് പാലിൽ കട്ടി കൂട്ടുവാനും. അതോടൊപ്പം തന്നെ നല്ല പാൽ നമുക്ക് കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അതെല്ലാം നമ്മുടെ കുട്ടി കർഷകന് കിട്ടും. അതുകൊണ്ട് കൂടുതൽ എനിക്ക് തോന്നുന്ന എണ്ണം അത് ഞാൻ കർഷകന് ഒരു പ്രത്യേക ക്ലാസ് കൊടുക്കുന്നുണ്ട്. പശുവിൻ്റെ എണ്ണം കൂട്ടാതെ നിലവിലുള്ള പശുക്കൾ കൊണ്ട് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടുവാനും അതിനെ വളർത്തിയെടുത്തിട്ട് ഇവർക്ക് പഠിക്കാൻ പോകാനുള്ള സൗകര്യവും കൂടെ നമുക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അതാണ് നമ്പർ 1 പ്രാധാന്യം കൊടുത്തത്. കാരണം കുട്ടി കർഷകന് ഇപ്പോൾ ആഗ്രഹം ഒരു വെറ്റിനറി ഡോക്ടറാകാൻ. വളരെ സന്തോഷം എനിക്ക് തോന്നി. വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം വളരെ മെച്ചമായ നിലയ്ക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള കർഷകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരണം. അപ്പോൾ പശുക്കൾക്ക് 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകി. 45,000 രൂപ മിൽമയും കൈമാറി. ഒപ്പം നിന്നവർക്ക് കുടുംബം നന്ദി പറഞ്ഞു. പശുക്കളെ തന്ന് സഹായിച്ച KLD ബോർഡിനും കാലിത്തീറ്റ തന്ന് സഹായിച്ച കേരള ഫീഡ്സ് കമ്പനിക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്കും മിൽമയുടെ സഹായം തന്ന് സഹായിച്ച ചെയർമാനും എല്ലാവർക്കും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. കപ്പത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കുട്ടി കർഷകരുടെ 13 പശുക്കളാണ് ദിവസങ്ങൾക്ക് മുൻപ് കൂട്ടത്തോടെ ചത്തത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ കുടുംബത്തിന് സഹായവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. കിസാൻ സഭ പോത്താനിക്കാട് നടത്തിയ ഏത്തവാഴ കൃഷി 100 മേനി വിളഞ്ഞു. വിളവെടുപ്പ് ഉത്സവം മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസൻ ഇല്ലിക്കൽ, പോത്താനിക്കാട് പ്രാദേശിക സഭാ സെക്രട്ടറി മാത്യു T. തോമസ്, പ്രസിഡന്റ് ബിജു ജോർജ്, VO കുറുമ്പൻ, NA ബാബു, റോയ് മാത്യു, സജി മാങ്കുത്തേൽ, ജോർജ് തെങ്ങുകുടി, PA ജോണി, വർക്കി കാക്കത്തോട്ടം, KV സ്കറിയ എന്നിവരാണ് നേതൃനിരയിലുള്ളത്. കിസാൻ സഭ പോത്താനിക്കാട് നടത്തിയ ഏത്തവാഴ കൃഷി 100 മേനി വിളഞ്ഞു. വിളവെടുപ്പ് ഉത്സവം മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷകരമായൊരു പരിപാടിയാണ്. കഴിഞ്ഞ 2023 ജനുവരി മാസം 18-ാം തീയതി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഴകൃഷിയുടെ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് നിർവഹിച്ചത്.
അപ്പോൾ ഞാൻ വെച്ച വാഴ അടക്കം കുറച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വെച്ച വാഴയല്ല ഇപ്പോൾ വെട്ടുന്നത്. അതിൽ 5000 വാഴകൾ ഇവിടെ വളരെ വിജയകരമായി കൃഷി ചെയ്തിരിക്കുകയാണ്. സ്വർണ്ണമുഖി ഇനത്തിൽപ്പെട്ടിട്ടുള്ള വാഴയാണ് വെച്ചിരിക്കുന്നത്. 15 കിലോ മുതൽ 28 കിലോ വരെ വിളവുണ്ടായി എന്നാണ് കർഷകർ നമ്മുടെ കിസാൻ സഭ സന്തോഷത്തോടു കൂടി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ സാമാന്യം മെച്ചപ്പെട്ട വിലയുണ്ട്. അപ്പോൾ ഒരു മാസത്തിനകത്ത് ഈ എല്ലാ വാഴയും മൂപ്പത്തി വെട്ടിക്കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏതായാലും വളരെ വിജയകരമായിട്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ മാതൃകാപരമായ രീതിയിൽ ഇവിടെ വാഴക്കൃഷി ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ കൃഷി വകുപ്പ് വലിയ സഹായങ്ങളൊക്കെ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കർഷക പ്രസ്ഥാനം എന്ന നിലയിൽ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, കർഷകരായി തന്നെ കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ട് മണ്ണിൽ പണിയെടുത്തുകൊണ്ട് ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഇവിടുത്തെ കമ്മിറ്റി. അത് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും നേരാണ്. കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ കോതമംഗലം ബ്ലോക്കിലെ പോത്താനിക്കാട് പഞ്ചായത്തിൽ 6 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് ഏത്തവാഴ കൃഷി ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്താനിക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെ കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിലുള്ള 20 പേരടങ്ങുന്ന ഗ്രൂപ്പാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ, പോത്താനിക്കാട് പ്രാദേശിക സഭാ സെക്രട്ടറി മാത്യു ടി തോമസ്, പ്രസിഡന്റ് ബിജു ജോർജ്, വിഒ കുറുമ്പൻ, എൻ എ ബാബു, റോയി മാത്യു, സജി മാങ്കുത്തൽ, ജോർജ് തെങ്ങുകുടി, പി എ ജോണി, വർക്കി കാക്കത്തോട്ടം, കെ വി സ്കറിയ എന്നിവരാണ് നേതൃനിരയിലുള്ളത്. കിസാൻ സഭ കൃഷി ചെയ്ത 5000-ഓളം ഏത്തവാഴയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഉത്സവ അന്തരീക്ഷത്തിലാണ് നടന്നത്. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് ഇ കെ ശിവൻ, CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ, കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി വിൻസെന്റ് ഇല്ലിക്കൽ, പ്രസിഡന്റ് പോൾ പൂമറ്റം, CPI ലോക്കൽ സെക്രട്ടറി എൻ എ ബാബു, കിസാൻ സഭ പോത്താനിക്കാട് പ്രാദേശിക സഭാ സെക്രട്ടറി മാത്യു ടി തോമസ്, പ്രസിഡന്റ് ബിജു ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കിസാൻ സഭ നടത്തിയ ഈ വാഴ കൃഷി മറ്റ് കർഷകർക്ക് പ്രചോദനവും മാതൃകയുമാണെന്ന് മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പുല്ലുമേട് ദുരന്തത്തിൽ മരണപ്പെട്ട അയ്യപ്പ ഭക്തരുടെ ഓർമ്മയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ 102 സ്മൃതി ദീപങ്ങൾ തെളിയിച്ചു. ഇന്നലെ പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനവും ഒരുക്കി. പുല്ലുമേട് ദുരന്തം നടന്നിട്ട് 13 വർഷമാണ് കടന്നുപോയത്. 2011 ജനുവരി 14 രാത്രി 8:15 പുല്ലുമേട്ടിൽ അയ്യപ്പൻ ഭക്തരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത്. 2 ലക്ഷത്തോളം അയ്യപ്പന്മാർ അന്ന് പുല്ലുമേട്ടിലുണ്ടായിരുന്നു. മകരവിളക്ക് കണ്ട സ്വദേശത്തേക്ക് മടങ്ങാനുള്ള തിടുക്കത്തിനിടയിലായിരുന്നു അപകടം. വെളിച്ചക്കുറവും ഭക്തരെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരില്ലാതിരുന്നതും അപകടത്തിന് കാരണമായി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ 39 പേരും കർണാടകത്തിൽ നിന്നുള്ള 31 പേരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള 26 പേരും 3 മലയാളികളും ശ്രീലങ്കയിൽ നിന്നും എത്തിയ ഒരാളും അടക്കമുള്ളവരാണ് ദുരന്തത്തിൽ മരിച്ചത്. പുല്ലുമേട് ദുരന്തം നടന്നിട്ട് 13ാമത് വർഷമാണ് ഇത്തവണത്തെ മണ്ഡലകാലത്തോടെ കടന്നുപോയത്. പുല്ലുമേട്ടിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അയ്യപ്പൻ ഭക്തരുടെ ഓർമ്മകൾക്ക് മുൻപിലാണ് വണ്ടിപ്പെരിയാറിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കക്കിക്കവലയിലും ടൗണിലുമായി 102 ദീപങ്ങൾ തെളിയിച്ചത്. പുല്ലുമേട് ദുരന്തത്തിന് ശേഷം എല്ലാ വർഷവും വണ്ടിപ്പെരിയാറിൽ ദീപങ്ങൾ തെളിയിക്കാറുണ്ട്. ദീപങ്ങൾ തെളിയിച്ച ശേഷം പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശനം കഴിഞ്ഞ് ആദ്യമെത്തിയ വാഹനത്തിന് ആരതി ഒഴിഞ്ഞ് അയ്യപ്പൻ ഭക്തരെ സ്വീകരിച്ചു. തുടർന്ന് വെളുപ്പിന് 2 മണി വരെ അയ്യപ്പൻ ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ഹൈന്ദവ സംഘടനാ ഭാരവാഹികളായ മോഹനൻ, അനിൽകുമാർ, TC ഗോപാലകൃഷ്ണൻ, ജയരാജ്, വേണുഗോപാലാചാരി, മുരുകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്മൃതി ദീപങ്ങൾ തെളിയിച്ച് സ്മരണ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ജെസി ജോണിയുടെ കൗൺസിലർ സ്ഥാനം റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. അധികാരത്തിൽ വന്നവളെ ആരോടാണ് കളിക്കുന്നത്? ആരോടാണ് കളിക്കുന്നത്? 9ാം വാർഡിലെ UDF പ്രവർത്തകർ കഷ്ടപ്പെട്ട്
ചോര നീരാക്കി പണിയെടുത്ത് വിജയിപ്പിച്ച ജെസ്സി ജോണി UDF-നെ വഞ്ചിപ്പിച്ച് LDF-ന്റെ കൂടാരത്തിൽ ചെല്ലുകയും ആ ജെസ്സി ജോണി വൈസ് ചെയർമാനാവുകയും അതിൻ്റെ പിന്നിൽ നടന്ന നാടകങ്ങൾ ഒട്ടേറെയുണ്ട്. തൊടുപുഴ നഗരസഭയിലേക്ക് ഏതാണ്ട് 13 ലോഡ് ടാർ മറിച്ചു വിറ്റ് കുംഭകോണത്തിൽ പ്രതിയായ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി CPI-എമ്മുമായി ഉണ്ടാക്കിയ ഒരു ഒത്തുകളിയാണ് ജെസ്സി ജോണിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം. ഇന്ന് ആ മോഹങ്ങളെല്ലാം അസ്തമിച്ച് കോടതിയിലൂടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിച്ച് ജെസ്സി ജോണിയുടെ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. ഇനി ഒരു ചതിയും കൂടി LDF-ന്റെ ഭാഗത്തുണ്ട്. നിയമ പോരാട്ടത്തിലൂടെ ആ വിജയവും ഞങ്ങൾ തിരിച്ചു പിടിക്കും, 11-ാം വാർഡ് കൂടി ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നാണ് ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ സംഗമത്തിൽ ആഹ്ലാദ പ്രകടനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയിൽ നിന്ന് മത്സരിച്ച് ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥിയായതിനു ശേഷം യാതൊരു വകതിരിവുമില്ലാതെ അധികാരം കിട്ടുന്നതിന് വേണ്ടി കൈപ്പറ്റുന്നതിന് വേണ്ടി നടത്തിയ ഒരു കൂറുമാറ്റമാണ് ശ്രീമതി ജെസ്സി ജോണി കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയത്. യാതൊരു നീതീകരണവുമില്ല. വളരെ പച്ചയ്ക്ക് കള്ളം പറയാൻ യാതൊരു മടിയും കാണിക്കാതെ ഉള്ളൊരു നടപടിയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നില്ല, UDF-ന്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, മറിച്ച് ഞാൻ സർവതന്ത്ര സ്വതന്ത്രയായാണ് മത്സരിച്ചത്. അന്തസ്സുള്ള ഒരു ജെസ്സി ജോണിയാണെങ്കിൽ, ഒരു സ്ഥാനാർത്ഥിയാണ്, കൗൺസിലറാണെങ്കിൽ ഇത് പറയാൻ കൊള്ളാവോ? ഒരു വാർഡിൽ അവർ മത്സരിച്ച് ജയിച്ചതിന് ശേഷം അതിൻ്റെ ഒരു 24 മണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ആ വാർഡിലെ ജനങ്ങളോട് പല്ലിളിച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അവർ വോട്ട് ചെയ്ത, അവരെ വിജയിപ്പിച്ച ആളുകളുടെ അടുത്ത് പച്ചക്കള്ളം പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി, ഒരാൾ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണിക്കുന്നത്. തൊടുപുഴ KSRTCക്ക് മുന്നിലെ ഫ്ലൈ ഓവറും കാഞ്ഞിരമറ്റം പാലത്തിന്റെ അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമാക്കാതെ അട്ടിമറിക്കുവാൻ കൂട്ടുനിൽക്കുന്നവരാണ് കൊച്ചിൻ മെട്രോ തൊടുപുഴയ്ക്ക് നീട്ടണമെന്ന അപഹാസ്യ പ്രസ്താവനയുമായി നടക്കുന്നതെന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്. തൊടുപുഴയുടെ വികസന കുതിപ്പ് ലക്ഷ്യമിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച തൊടുപുഴ KSRTCക്ക് മുമ്പിലെ ഫ്ലൈ ഓവറും കാഞ്ഞിരമറ്റം പാലത്തിന്റെ അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമാക്കാതെ അട്ടിമറിക്കുവാൻ കൂട്ടുനിൽക്കുന്നവരാണ് കൊച്ചിൻ മെട്രോ തൊടുപുഴയ്ക്ക് നീട്ടണമെന്ന അപഹാസ്യ പ്രസ്താവനയുമായി നടക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. തൊടുപുഴ പട്ടണത്തിലേക്ക് എറണാകുളത്തിൻ്റെ കൊച്ചിൻ മെട്രോ എത്തിക്കണം എന്നുള്ള ഒരു പ്രസ്താവനയുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ആകമാനം മണ്ടന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2015 UDF-ന്റെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത ആ ഗവൺമെൻറ് ബഹുമാനായ ശ്രീ PJ ജോസഫിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് തൊടുപുഴയിൽ ഒരു ഫ്ലൈ ഓവർ, ഇന്ന് തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കാണുന്ന ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ തൊടുപുഴയ്ക്ക് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ കാഞ്ഞിരമറ്റം അമ്പലവുമായി ബന്ധപ്പെട്ട റോഡ്, ആ പാലം നിർമ്മിച്ചു കഴിഞ്ഞിട്ടിപ്പോൾ 8-9 വർഷമായി. അപ്രോച്ച് റോഡ് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് രണ്ടും സ്തംഭനാവസ്ഥയിലേക്കും ഈ നാടിന് ഗുണകരമല്ലാത്ത അവസ്ഥയിലേക്കും കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുന്ന ആളുകൾ ഇന്ന് കൊച്ചിൻ മെട്രോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ജലസേചന വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കായിക കേരളത്തിന് അനവധി താരങ്ങളെ സംഭാവന ചെയ്ത തൊടുപുഴയ്ക്ക് ഒരു സ്റ്റേഡിയം ഇല്ലാത്ത കുറവ് പരിഹരിക്കാൻ കൊണ്ടുവന്ന സ്റ്റേഡിയം കഴിഞ്ഞ 8 വർഷമായി ചുവപ്പ് നാടിൽ കുരുക്കിയിട്ടിരിക്കുന്നു. തൊടുപുഴയിലുള്ള വാട്ടർ അതോറിറ്റി ജില്ലാ ഓഫീസ് പോലും ഇവിടുന്ന് പറിച്ചു മാറ്റുവാൻ ശ്രമങ്ങൾ നടക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നവർ മെട്രോ റെയിൽ എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടത്തി. ജൂബിലി ഗ്ലീംസ് എന്ന പേരിൽ നടത്തിയ പ്രോഗ്രാം ഇടവെട്ടി, ആലക്കോട്, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തുകളിൽപ്പെട്ട LP UP സ്കൂളുകളിലെ കുട്ടികൾ തമ്മിൽ മാറ്റുരച്ചു. ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു.
കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടത്തി. ജൂബിലി ഗ്ലീംസ് എന്ന പേരിൽ നടത്തിയ പ്രോഗ്രാമിൽ ഇടവെട്ടി, ആലക്കോട്, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തുകളിൽപ്പെട്ട LP, UP സ്കൂളുകളിലെ കുട്ടികൾ തമ്മിൽ മാറ്റുരച്ചു. ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമരയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിന് പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ സേവ്യർ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ റോണിയ സാലസ് നന്ദി പറഞ്ഞു. LP, UP സെക്ഷൻ തിരിച്ചു നടത്തിയ മത്സരത്തിൽ 41 കുട്ടികൾ പങ്കെടുത്തു. കളറിംഗ്, കഥ പറച്ചിൽ, ക്വിസ്, പെനൽറ്റി ഷൂട്ടൌട്ട് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കലയന്താനി. പ്രസംഗം എന്തിനെ ഇങ്ങനെ? ചുമ്മാ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുറന്ന് കണ്ടാൽ കാര്യം പിടികിട്ടും. ഒരു സമ്മേളനത്തിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ചിട്ടവട്ടങ്ങളുള്ളപ്പോൾ അതിൽ പ്രസംഗിക്കുന്നവർ നിശ്ചയമായും നടത്തേണ്ട തയ്യാറെടുപ്പുകൾ, അതിനെപ്പറ്റിയാണ് പ്രസംഗത്തിൽ സ്റ്റാർ ആവാമെന്ന പുസ്തകം. KR സോമരാജൻ, തോമസ് വെള്ളിയാന്തടം എന്നിവർ ചേർന്നാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. പ്രസംഗത്തിൽ സ്റ്റാർ ആവാമെന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൊടുപുഴ ഡിലിജൻസ് അക്കാദമി ഹാളിൽ ജനുവരി 20 നടക്കും. കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. പുസ്തകം മാധ്യമപ്രവർത്തകനായ സാബു നെയ്ശ്ശേരി ഏറ്റുവാങ്ങും. പ്രസംഗം എന്തിന് ഇങ്ങനെ? ചുമ്മാ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കണ്ടുറന്ന് കണ്ടാൽ കാര്യം പിടികിട്ടും. ഒരു സമ്മേളനത്തിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ചിട്ടവട്ടങ്ങൾ ഉള്ളപ്പോൾ അതിൽ പ്രസംഗിക്കുന്നവർ നിശ്ചയമായും നടത്തേണ്ട തയ്യാറെടുപ്പുകൾ, അതിനെപ്പറ്റിയാണ് പ്രസംഗത്തിൽ സ്റ്റാർ ആവാം എന്ന പുസ്തകം. KR സോമരാജൻ, തോമസ് വെള്ളിയാന്തടം എന്നിവർ ചേർന്നാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. വാക്കുകൾ കടഞ്ഞെടുക്കുന്ന കലയാണ് പ്രസംഗം. അറിവ്, അനുഭവം, ആത്മവിശ്വാസം ഇവയുടെ ആവിഷ്കാരം എങ്ങനെയാണ് എന്നറിയുക എന്നതാണ് ഒരു പ്രസംഗകന്റെ ബുദ്ധിയും ശക്തിയും. പ്രസംഗത്തിൽ സ്റ്റാറാകാം എന്ന ഈ പുസ്തകം പ്രഭാഷണകലയിൽ എങ്ങനെ പ്രാവീണ്യം നേടാമെന്ന് ലളിതവും രസകരവുമായി പറഞ്ഞു തരുന്നു. കൂടാതെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 30 അതിഗംഭീര പ്രസംഗം വിഷയങ്ങൾ ആധികാരികവും സമഗ്രവുമായി അവതരിപ്പിക്കുന്നു. ധൈര്യപൂർവ്വം തല ഉയർത്തി നിന്ന് പറയേണ്ടതുപോലെ പറയാൻ നിങ്ങളെ ഈ പുസ്തകം പ്രാപ്തരാക്കും. ഇത്തരത്തിലുള്ള ഒരു പുസ്തകം മലയാളത്തിൽ ആദ്യമായിട്ടാണ്. പ്രസംഗത്തിൽ സ്റ്റാറാകാം എന്ന ഈ ഗ്രന്ഥം KR സോമരാജൻ, തോമസ് വെള്ളിയാന്തടം 2 പേര് ഒരുമിച്ച് എഴുതിയ പുസ്തകമാണ്. മലയാളത്തിൽ 15 പ്രസംഗങ്ങളും ഇംഗ്ലീഷിൽ 15 പ്രസംഗങ്ങളും ഈ പുസ്തകത്തിലുണ്ട്. ആനുകാലിക വിഷയങ്ങളാണ് ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്തിരിക്കുക. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും പ്രസംഗത്തിനും അതുപോലെ പ്രബന്ധങ്ങൾക്കുമെല്ലാം ഉപകരിക്കുന്ന രീതിയിൽ ഓരോ വിഷയങ്ങളും അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. പുതുതായി വരുന്ന തലമുറയ്ക്ക് ആ പ്രസംഗങ്ങൾ അവരുടേതായിട്ടുള്ള എല്ലാ ഗ്രന്ഥരചനകൾക്കും ഉപകരിക്കാവുന്നതാണ്. പ്രസംഗ കലയെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചതെല്ലാം രചയിതാക്കൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രസംഗത്തിൽ സ്റ്റാർ ആവാം എന്ന ഈ പുസ്തകത്തിലൂടെ. പ്രസംഗത്തിൽ സ്റ്റാർ ആകാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൊടുപുഴ ഡിജിലൻസ് അക്കാദമി ഹാളിൽ ജനുവരി 20 നടക്കും. കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും. പുസ്തകം മാധ്യമപ്രവർത്തകനായ സാബു നെയ്ശ്ശേരി ഏറ്റുവാങ്ങും. കരിയർ ഗുരു അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും പുസ്തകം പരിചയപ്പെടുത്തുകയും ചെയ്യും. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം വരുന്ന 20-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് തൊടുപുഴയിലെ പ്രമുഖ IELTS പഠന കേന്ദ്രമായ ഡിലിജൻസ് അക്കാദമി ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കാവൽ കൈരളി എഡിറ്റർ ശ്രീ സനൽ ചക്രപാണി. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ സാബു നെയ്ശ്ശേരി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുതലക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ KC സുരേന്ദ്രൻ, പ്രമുഖ കവയിത്രി ശ്രീജ ഗിരീഷ്, അതുപോലെ പഗോഡ ബുക്ക് ആർട്ടിൻ്റെ MD രതീഷ് കുമാർ, അജയ് വേണു പെരിങ്ങാശ്ശേരി, പ്രമുഖ കവി അനുകുമാർ തൊടുപുഴ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, കവയിത്രി ശ്രീജ ഗിരീഷ്, K ജയചന്ദ്രൻ, രതീഷ് കുമാർ, രാജൻ തെക്കുംഭാഗം, MN അനിൽ, CK ലതീഷ്, ഡിലിജൻസ് അക്കാദമി ഡയറക്ടർ ബെന്നി ജോസഫ്, കവി അനുകുമാർ തൊടുപുഴ, അജയ് വേണു പെരിങ്ങാശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിക്കും. തോമസ് വെള്ളിയാന്തടം നന്ദി പറയും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആദിവാസി സമൂഹത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇടുക്കി TEO, തൊടുപുഴ ITDP പ്രോജക്ട് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും പതിപ്പള്ളി, പുളിക്കവല, ഊരുകൂട്ടം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടറേറ്റിന് മുന്നിലും പ്രതിഷേധിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി.
പതിപ്പള്ളി പുളിക്കക്കവല ഊരുകൂട്ടം പുളിക്കക്കവല സെറ്റിൽമെന്റ് കോളനിയായി പ്രഖ്യാപിക്കുക. ITDP കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി പുളിക്കക്കവല സാംസ്കാരിക നിലയത്തിന് 20 ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുക. FRC കമ്മിറ്റിയുടെ അംഗീകാരത്തിന് സബ് ഡിവിഷണൽ ലെവൽ കമ്മിറ്റി വിളിച്ചുകൂട്ടുന്നതിന് സബ് കളക്ടർ യോഗം വിളിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ പതിപ്പള്ളി പുളിക്കവല ഊരുകൂട്ടം മുന്നോട്ട് വച്ചിരുന്നു. ആദിവാസി സമൂഹത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇടുക്കി TEO, തൊടുപുഴ ITDP പ്രോജക്ട് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റണമെന്നും അല്ലാത്തപക്ഷം പുളിക്കക്കവല ഊരുകൂട്ട സമിതിയും ഊരുമൂപ്പന്മാർ അടങ്ങുന്ന സംഘടനകളും ഗോത്രവർഗ സംഘടനകളും ചേർന്ന് ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ സമരം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും പതിപ്പള്ളി പുളിക്കക്കവല ഊരുമൂപ്പൻ അശോക് MR പറഞ്ഞു. കാലാകാലങ്ങളായി ഈ പട്ടികവർഗ മേഖലയുടെ ഊരുകൂട്ടങ്ങൾക്ക് കെട്ടിടങ്ങളില്ലാത്തവ പണിയുന്നതിന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മുൻഗണനയായിട്ട് എടുത്തുകൊണ്ട് ഗവൺമെൻറ്റിന് അതിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ വയ്ക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഫണ്ടുകളില്ല എന്നാണ് എല്ലാ പ്രാവശ്യവും ITDP തുടർച്ചയായി പറയുന്നത്. ഫണ്ടുകളില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എല്ലാ പ്രോജക്റ്റുകളും ഇങ്ങനെ നടന്ന് ഒരേ വർഷത്തിലെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി കഴിയുമ്പോൾ ആ പ്രോജക്റ്റുകൾ എന്നേക്കുമായി ഒരു മാർച്ചോടുകൂടി അവസാനിക്കുകയാണ്. പിന്നെ അത് കഴിയും പിന്നത്തെ വർഷം ഇതേ പ്രോജക്റ്റുകൾ തന്നെ വരികയും ഈ പ്രോജക്റ്റുകൾ അതുപോലെ തന്നെ അതാത് വർഷങ്ങൾ ഇല്ലായ്മ ചെയ്തു പോവുകയാണ് ഉണ്ടാകുന്നത്. ബന്ധപ്പെട്ട ഓഫീസർമാർ പറയുന്നത് ഫണ്ടില്ല എന്നുള്ളൊരു കാരണം മാത്രമാണ് ഇതിന് പറയാറുള്ളത്. അല്ലെങ്കിൽ പറയും ഫോറസ്റ്റിൻ്റെ DFO അനുമതി തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദ്ധതി ചെയ്യാൻ സാധിക്കില്ല, സമയബന്ധിതമായി തീർക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട DFOയുടെ ഓഫീസുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പതിപ്പള്ളി എന്ന് പറയുന്ന വാർഡിൽ ഒരു വാർഡാണ്, 7ാം വാർഡാണ് പതിപ്പള്ളി അർബൻ ഗ്രാമപഞ്ചായത്ത്. പ്രസ്തുത വാർഡിൽ 5ഓളം ഊരുകൂട്ടങ്ങളുണ്ട്. ഈ 5ഓളം ഊരുകൂട്ടങ്ങളുടെ ഈ മേഖലയിൽ ഒരു വാർഡിൽ ഒരു വർഷം വനാവകാശ നിയമപ്രകാരം 1 ഹെക്ടർ സ്ഥലം മാത്രം എടുത്തുകൊണ്ട് പദ്ധതികൾ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ DFOയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ അറിവുകളുടെ ഫലമായിട്ട് അവർ നിർദ്ദേശിച്ച ഒരു കാര്യം, പതിപ്പള്ളി പോലെയുള്ളൊരു മേഖലയിൽ 5 ഊരുകൂട്ടങ്ങളുള്ള ഈ മേഖലയിലെ ഊരുകൂട്ടങ്ങൾ അല്ലെങ്കിൽ ഊരുകൂട്ട പ്രദേശത്ത് ഊരുകൂട്ടങ്ങൾ സമിതികൾ രൂപീകരിച്ച് മുമ്പോട്ട് വന്നിട്ടുള്ളവയെല്ലാം പട്ടികവർഗ സെറ്റിൽമെൻറ്റുകളായി പ്രഖ്യാപിച്ചാൽ നിങ്ങൾക്ക് ഫണ്ടുകൾ തരാമെന്നാണ് ബന്ധപ്പെട്ട DFOയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഓഫീസറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനോട് തീരുമാനം കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്കതിൽ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, കുറേ വികസന പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മൊത്തം പ്രോജക്റ്റുകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പായി പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് ആരോപിക്കുന്നത്. ഒരു ഗ്രൂപ്പായി ഇവർ തീരുമാനമെടുക്കുന്നു. കാരണം പദ്ധതികൾ വെച്ച് കഴിഞ്ഞാൽ ത്രിതല പഞ്ചായത്തുകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പദ്ധതി രൂപീകരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് മുമ്പായി തന്നെ ഫണ്ടുകൾ വയ്ക്കുന്നതിന് മുമ്പായി തന്നെ അനുമതി മേടിക്കണം എന്നുള്ളൊരു ഓർഡർ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്കും ത്രിതല പഞ്ചായത്തുകൾക്കും യൂസർ ഏജൻസികൾക്കും കൊടുത്തിട്ടുണ്ട്. നാളെ ഇതുവരെയായിട്ടും അവർ ഈ പ്രോജക്റ്റ് എടുക്കുന്നതല്ലാതെ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്ന സമയത്ത് യാതൊരുവിധ നിയമ നടപടികളും കൃത്യമായി ചെയ്യില്ല. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പതിപ്പള്ളി പുളിക്കക്കവല ഊരുമൂപ്പൻ അശോക് MR, കമ്മിറ്റി അംഗങ്ങളായ MA രാജപ്പൻ, സുശീല രമേശൻ, ഗീത PR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പഴേരി ജ്വല്ലറി ഗ്രൂപ്പിന്റെ 3ാമത് ഷോറൂം 18-ന് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി നക്ഷത്ര വിശിഷ്ട അതിഥിയായി എത്തും. ഉദ്ഘാടന ദിവസത്തിലും തുടർന്നുള്ള 2 ആഴ്ച കാലവും ആകർഷകമായ സമ്മാന പദ്ധതികളും എക്സ്ചേഞ്ച് ഓഫറുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാര രംഗത്ത് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പഴേരി ജ്വല്ലറി ഗ്രൂപ്പിന്റെ 3ാമത് ഷോറൂം തൊടുപുഴയിൽ 2024 ജനുവരി 18-ന് പ്രവർത്തനം ആരംഭിക്കും. വ്യാഴാഴ്ച രാവിലെ 11-ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി നക്ഷത്ര വിശിഷ്ടാതിഥിയായിരിക്കും. നൂതനമായ സാങ്കേതിക മികവോടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ 100% ഗവൺമെന്റ് അംഗീകൃത ഹോൾമാർക്കിംഗ് മുദ്രയോടെയാണ് പഴേരി ഗോൾഡ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലിയിൽ പുതിയ ട്രെൻഡഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഒപ്പം 5 പവൻ മുതൽ 100 പവൻ വരെയുള്ള ബ്രൈഡൽ സെറ്റുകളും പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഹോൾസെയിൽ ജ്വല്ലറിയായ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
തൊടുപുഴ ഷോറൂം ഉദ്ഘാടന ദിവസത്തിലും തുടർന്നുള്ള 2 ആഴ്ചക്കാലവും ആകർഷകമായ സമ്മാന പദ്ധതികളും എക്സ്ചേഞ്ച് ഓഫറുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കളുടെ മനം കവർന്ന പഴേരി ഗോൾഡിന്റെ 3ാമത് ഷോറൂമാണ് തൊടുപുഴയിലേത്. കേരളത്തിൽ തിരുവനന്തപുരവും കോഴിക്കോടും എറണാകുളവും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്ന ഒരു പ്രദേശം തൊടുപുഴയാണ്. ആ തൊടുപുഴയിലെ ബൈപ്പാസ് റോഡുകളും തൊടുപുഴയുടെ വികസനവും എറണാകുളത്തിൻ്റെ ഒരു ബൈ ടൗൺ എന്ന രീതിയിൽ തോന്നിച്ച് വരികയാണെന്നാണ് എല്ലാ മാർക്കറ്റ് സ്റ്റഡിയും പഴയ ഗ്രൂപ്പും അങ്ങനെ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിരുന്നു. അതാണ് ഇങ്ങോട്ട് വരാനുണ്ടായ ഒരു പ്രധാന കാരണം. അപ്പോൾ ആ രീതിയിൽ ബിസിനസ് നടക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ മുടക്കുന്നയാൾക്ക് ഏറ്റവും കുറഞ്ഞത് 25,000 രൂപയെങ്കിലും റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന മാർക്കറ്റ് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ കൃത്യതയോടുകൂടി നമുക്കറിയാം, സ്വർണ്ണ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പം ധാരാളം ഈ ആളുകളിങ്ങനെ അഴിമതിയും ക്രമക്കേടും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. പക്ഷേ ഇത് വളരെ കൃത്യതയോടുകൂടി കൃത്യമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പറയുന്ന എല്ലാ നോംസും പാലിച്ചുകൊണ്ട് മുഴുവൻ റെക്കോർഡും കളക്ട് ചെയ്തതിന് ശേഷം മാത്രമാണിത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തന്നെയല്ല, ഇന്ന് വൈകുന്നേരം ഈ ഷെയർ ഹോൾഡേഴ്സിനെ മുഴുവൻ വിളിച്ച് അവർ ഇറക്കിയിട്ടുള്ള അതുപോലെ കമ്പനി പറഞ്ഞിട്ടുള്ള മുഴുവൻ സ്വർണ്ണവും നമ്മൾ ഡയറക്റ്റ് അത് ഒരു എക്സിബിഷൻ പോലെ നടത്തി എല്ലാം സുതാര്യമായി ബില്ല് ഉള്ള സ്വർണ്ണം മാത്രമായിരിക്കും കൊടുക്കുക. അല്ലാതെ അനലൈസർ വെച്ചിട്ട് ശരിക്കും വെരിഫിക്കേഷൻ നടത്തി വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു ബിസിനസ്സായിരിക്കും, സത്യസന്ധമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഒരുപക്ഷെ പഴയ ഗ്രൂപ്പിൽ എത്തിച്ചതും ആ സത്യസന്ധതയും ആ നീതിബോധവും ഒക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈരാറ്റുപേട്ട, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കേരളത്തിനകത്തും പുറത്തും കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ ലക്ഷ്യമിടുന്നതായും മാനേജ്മെന്റ് അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഴേരി ബിസിനസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ കരീം പഴേരി, ഡയറക്ടർമാരായ അബ്ബാസ് മാസ്റ്റർ പഴേരി, ബിനീഷ് പി, നിസാർ പഴേരി, അബ്ദുൾ ജബ്ബാർ, CFO ബിജുകുമാർ, അസോസിയേറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ നിഷാന്ത് തോമസ്, അബ്ദുൾ റഹീം പഴേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇരുവൃക്കകളും തകരാറിലായ വ്യക്തി സുമനസ്സുകളുടെ സഹായം തേടുന്നു. തൊടുപുഴ കാഞ്ഞിരമറ്റം ഹാപ്പി നഗർ ഞാറയ്ക്കൽ വീട്ടിൽ ഷിൻഡോ അഗസ്റ്റിനാണ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സാമ്പത്തിക സഹായം തേടുന്നത്. ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇദ്ദേഹം. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഷിൻഡോയ്ക്ക് താങ്ങാനാവുന്നതല്ലെന്ന് ചികിത്സാ സഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ കാഞ്ഞിരമറ്റം ഹാപ്പി നഗർ ഞാറയ്ക്കൽ വീട്ടിൽ ഷിൻഡോ അഗസ്റ്റിൻ ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സ നടത്തുന്നതിനായി സഹായം അഭ്യർത്ഥിക്കുന്നു. ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥികളായ 2 പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബം കഴിഞ്ഞിരുന്നത് ഷിൻഡോയുടെ ദിവസവേതനത്തിലാണ്. ഇപ്പോൾ അസുഖം ബാധിച്ചതിനെ തുടർന്ന് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇതിന് പരിഹാരം. ഫെബ്രുവരി 13-നാണ് ശസ്ത്രക്രിയയ്ക്ക് തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. നിശ്ചിത തുക ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സ നടക്കൂ. ഈ ഭാരിച്ച തുക ഇദ്ദേഹത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഈ അവസ്ഥയിലാണ് ഷിൻഡോ സഹായത്തിനായി കൈനീട്ടുന്നത്. തൊടുപുഴ നഗരസഭ 23-ാം വാർഡിൽ ഞാറയ്ക്കൽ വീട്ടിൽ ഷിൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന 42 വയസ്സുള്ള ആൾ. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് കിഡ്നി പോയിട്ടുള്ള ചികിത്സയിലാണ്. 1 വർഷത്തോളമായി ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്നു. 1 വർഷത്തിലധികമായിട്ട് അയാൾക്ക് ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാത്ത ആൾ. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇനി ഡയാലിസിസ് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി കിഡ്നി കൊടുക്കുവാൻ തയ്യാറായി. എല്ലാ ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അവിടെ നിന്നൊരു പൈസ കുറച്ചൊരു പാക്കേജ് ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ 10 ലക്ഷത്തോളം രൂപ എന്തായാലും ചെയ്യേണ്ടി വരും. ഒരു പൈസ പോലും വരുമാനമില്ലാത്ത ഒരാളാണ്. അപ്പം ഒരു സഹായനിധി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവിടെ. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു വരുമാനമൊന്നും നമുക്ക് ഇതുവരെ ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഷിൻഡോയുടെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് ഓപ്പറേഷന് ഫിക്സ് ചെയ്തിരിക്കുന്ന ഡേറ്റ്. 22-ാം തീയതി അഡ്മിറ്റ് ആവണം. പത്രമാധ്യമങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി ഷിൻഡോ അഗസ്റ്റിൻ്റെ ചികിത്സയ്ക്കുള്ള ഒരു ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് 10 ലക്ഷം രൂപ ആവശ്യമാണ്. ഭാര്യ രമ്യയുടെ പേരിൽ തൊടുപുഴ കാനറ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 110101306229. IFSC കോഡ് CNRB 000072. ഗൂഗിൾ പേ നമ്പർ 7012789542.
തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഭാകരൻ നായർ, സോമശേഖരൻ CG, PG രാജശേഖരൻ, C ജയകൃഷ്ണൻ, ജിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോടിക്കുളം താനത്ത് പറമ്പിൽ TM ജോയ് ലില്ലി ദമ്പതികളുടെ മകൻ ബിനു ജോയിയും രാജമുടി പരീക്കൻ ഫ്രാൻസിസ് ദേവസ്യ ഏലിയാമ്മ ദമ്പതികളുടെ മകൾ അൻസു ഫ്രാൻസിസും കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ വിവാഹിതരായി. ബിസിനസ് വാർത്ത. ആഭരണങ്ങളുടെ വർണ്ണവിസ്മയം തീർത്ത് മൈ ജുവൽ വേൾഡ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ ജോസ് മഠത്തിൽ നിർവഹിച്ചു. ചിറ്റൂർ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ടോജിൻ കല്ലറയ്ക്കൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. വിവാഹ ആഭരണങ്ങളും ഗോൾഡ് കവർ ചെയ്ത വെള്ളി ആഭരണങ്ങളും മൈ ജുവൽ വേൾഡിൽ ലഭ്യമാണ്. കൂടാതെ കൂടിയ പലിശയിൽ പണയത്തിലിരിക്കുന്ന സ്വർണം കുറഞ്ഞ പലിശയിലുള്ള ബാങ്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊടുപുഴയിലെ റെന്റൽ ജ്വല്ലറി ഷോപ്പായ അലങ്കാർ മാജിക് ബ്യൂട്ടിയുടെ സഹോദര സ്ഥാപനമായ മൈ ജുവൽ വേൾഡ് തൊടുപുഴ പുളിമൂട്ടിൽ പ്ലാസ ബിൽഡിംഗിൽ SBI ATMന് സമീപം ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ജോസ് മഠത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റൂർ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ടോജിൻ കല്ലർക്കൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. പ്രൊപ്പറേറ്റർ ജിഷ മാത്യു ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹ ആഭരണങ്ങളും ഗോൾഡ് കവർ ചെയ്ത വെള്ളി ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ്. 1 ഗ്രാം ആഭരണങ്ങൾക്ക് ബൈബാക്ക് ഗ്യാരണ്ടിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഴയ സ്വർണം മാർക്കറ്റ് വിലയിൽ എടുക്കുകയും ചെയ്യും. കൂടിയ പലിശയിൽ പണയത്തിലിരിക്കുന്ന സ്വർണം കുറഞ്ഞ പലിശയുള്ള ബാങ്കുകളിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാത്, മൂക്ക്, മേക്കാത് എന്നിവ വേദനയില്ലാതെ കുത്തിക്കൊടുക്കുകയും ചെയ്യും. കീറിയ കാത് ഒട്ടിച്ചു കൊടുക്കുന്നതിനുള്ള ക്രമീകരണവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് കൊടുത്ത വാക്ക് പാലിച്ച് സർക്കാർ. സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിച്ച 5 പശുക്കളെ കുട്ടികൾക്ക് കൈമാറി. പുല്ലുമേട് ദുരന്തത്തിൽ മരണപ്പെട്ട അയ്യപ്പ ഭക്തരുടെ ഓർമ്മയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ 102 സ്മൃതി ദീപങ്ങൾ തെളിയിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണായിരുന്ന ജെസി ജോണിയുടെ കൗൺസിലർ സ്ഥാനം റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ നടത്തി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി TEO, തൊടുപുഴ ITDP പ്രോജക്ട് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും പതിപ്പള്ളി പുളിക്കവല ഊരുകൂട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.